ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ, ബയോളജിയിൽ വരുന്ന 5th ചാപ്റ്റർ ആയിട്ടുള്ള ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കുട്ടികൾ സ്കൂളിൻ്റെ ചുറ്റും സ്കൂളിൽ ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ? അവിടെ ഒരു പോണ്ട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അതിൽ കുറേ ബേർഡ്സ് ഉണ്ട്, അണ്ണാറക്കണ്ണനുണ്ട്. ഓക്കെ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ സ്കൂൾ. Look at the picture of diversity park in a school. Which are living organisms that you see in the picture? പിക്ചറിൽ നമുക്ക് എന്തൊക്കെ ഓർഗാനിസത്തിനെ കാണാൻ പറ്റും? പല ടൈപ്പ് ഓഫ് ബേർഡ്, ക്യാമലിയോൺ, ഫ്രോഗ്, ഫിഷ്, പിന്നെ ബട്ടർഫ്ലൈസ്, ബാക്കി പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാവരും ഒരേപോലെയാണോ? അല്ലെങ്കിൽ ഈ ആനിമൽസ് ഒക്കെ ഒരേപോലെയാണോ? അല്ല. ചിലത് വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്, കരയിൽ ജീവിക്കുന്നവരുണ്ട്, രണ്ടിലും ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ പറയണം. അപ്പോൾ എൻ്റെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്? നമ്മളെപ്പോഴും നേച്ചറിനെ ഒന്ന് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഈ ബയോഡൈവേഴ്സിറ്റി, നമ്മളുടെ ഈ ഒരു വൈവിധ്യം. നമുക്ക് ഒരുപാട് വൈവിധ്യമാർന്ന ജീവികളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 173 സ്പീഷീസ് ഓഫ് ലൈക്കൻസ് were discovered on the surface of a single tree in Papua New Guinea. This finding indicate the extent of hidden biodiversity in tropical rainforest. പിന്നെയോ 2024 683 new species were discovered in India. Kerala ranked first in discovering new animal species with 101 on them of them. അപ്പോൾ എന്താണ്? പുതിയ പുതിയ ന്യൂസുകളാണ്. 2024 മാത്രം 683 സ്പീഷീസ്, പുതിയ സ്പീഷീസിനെ നമ്മൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചു. അതിൽ 101 എണ്ണം നമ്മളുടെ കേരളത്തിൽ നിന്നാണ്. അതേപോലെ ന്യൂഗിനിയയിലെ, പാപ്പുവയിലെ ഒറ്റ മരത്തില് 173 സ്പീഷീസ് ഓഫ് ലൈക്കൻസ് വന്നിട്ട്. അപ്പം നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നമ്മുടെ ഭൂമിയുടെ ബയോഡൈവേഴ്സിറ്റിയിൽ കുറച്ച് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കണ്ടുപിടിച്ച് അതിന് പേര് കൊടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇനിയും നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഇനി വലിയ ആൾക്കാരൊക്കെ ആയി പഠിച്ച് ഈ ഒരു ഗവേഷണം ആ ഒരു പോർഷനിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളും ചിലപ്പോൾ പുതിയ സ്പീഷീസൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് ന്യൂസ് പേപ്പറിലും ആർട്ടിക്കിൾസിലൊക്കെ നിങ്ങളുടെ പേരിങ്ങനെ വരും, ഇന്ന ആളിത് കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെ. ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്, റൈറ്റ്? യെസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓർഗാനിസംസിൽ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഫെമിലിയർ അല്ലേ ഈ ഓർഗാനിസംസ് ഒക്കെ? അതിൽ ഫ്ലവറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഹാബിറ്റാറ്റ്, ഇവരൊക്കെ എവിടെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ ഈ പൂവ്, ഇത് നോർമലി നമ്മൾ ലാൻഡ്സിലാണ് കാണാറുള്ളത് ഇങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സിനെ. അതേപോലെ ഡീപ്പ് ഓഷ്യനിലും അത് വെള്ളത്തിൽ കാണുന്നതാണ് ഈ ഫിഷിൻ്റെ ഒരു കൂട്ടത്തിനെ. പിന്നെ ഫ്രോഗ് എവിടെയാണ്? നമ്മൾ ലാൻഡിലും വാട്ടറിലും കാണുന്നതാണ് ഫ്രോഗ്, തവള. പിന്നെ ഇത് പോളാർ ബെയർ പോളാർ റീജിയൻസിലാണ്, എക്സ്ട്രീംലി കോൾഡ് റീജിയൻസിലാണ് നമ്മൾ പോളാർ ബെയറിനെ കാണുക. പോളാർ ബെയർ എപ്പോഴും വൈറ്റ് കളറല്ലേ? അതെന്തുകൊണ്ടാണ് പോളാർ ബെയർ വൈറ്റ് കളറാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടു കേട്ടോ. ഓക്കെ, എല്ലാം മിസ് പറയുന്നില്ല. അപ്പോൾ പോളാർ ബെയർ എന്തുകൊണ്ട് വൈറ്റ് കളറായി എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ടു. ഓക്കെ, അല്ലാതെ ബ്ലാക്ക് കളറിലല്ലേ നമ്മൾ നോർമലി ബെയറിനെ കാണാതെ, ബ്രൗൺ കളറൊക്കെ അല്ലേ? പക്ഷെ പോളാറിൽ ബ്ലാക്ക് ബെയറിനെ നമ്മൾ കാണാറില്ല. അപ്പോൾ അതെന്താ നോക്കണ്ടു, ഇവർ എക്സ്ട്രീംലി കോൾഡ് റീജിയനിലാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇവരുടെ ഹാബിറ്റാറ്റ് അതാണ്. അപ്പോൾ എന്താ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ സറൗണ്ടിങ്സ് വേർ ഈച്ച് ലിവിങ് ബീയിങ് ലീവ്സ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. ഓക്കെ, അതേപോലെ ലൈക്കൺ എന്താന്നുള്ളതുണ്ട്, നമുക്ക് മിസ് നോട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അത് നോക്കാം കേട്ടോ. പിന്നെയുള്ളത് കോറൽ റീഫ്, മാൻഗ്രൂവ് ഫോറസ്റ്റ്, ഡെസേർട്ട്, വെറ്റ്ലാൻഡ്. ഇതെല്ലാം എന്താണ്? ഓരോരോ ഹാബിറ്റാറ്റ് ആണ്. കോറൽ റീഫിൽ കാണുന്ന ഓർഗാനിസംസിനെ നമുക്ക് മാൻഗ്രൂവ് ഫോറസ്റ്റിൽ കാണാൻ പറ്റില്ല. ഡെസേർട്ടിൽ പിന്നെ എന്തായാലും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ നാട്ടിൽ കാണുന്ന ജീവികളെ എല്ലാവരെയും ഒന്നും നമുക്ക് ഡെസേർട്ടിൽ പോയാൽ കാണാൻ പറ്റില്ല. എന്നാൽ ഡെസേർട്ടിലെ കാക്ടസ് ഒക്കെ ഇവിടെയും വളരുമെന്ന് ചോദിച്ചാൽ വളരും. പക്ഷെ അവിടെയാണത് കൂടുതൽ വെറൈറ്റിയും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ഹാബിറ്റാറ്റിലും
എക്സ്ക്ലൂസീവായിട്ട് കാണുന്ന ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, സോ ചില ഓർഗാനിസംസിനാണെങ്കിലോ നമുക്ക് ചില ഹാബിറ്റാറ്റിൽ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഓഷ്യനിൽ കാണുന്ന മീനിനെ കൊണ്ടിട്ട് നമ്മൾ അക്വേറിയത്തിലോ നമ്മൾ പോണ്ടിലോ ഇട്ടാൽ സെറ്റാവില്ല. ഓക്കെ, അതൊക്കെ ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി ഇസ് ദ കളക്റ്റീവ് ടേം ഫോർ ഓൾ ദ ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്. പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് അലോങ് വിത്ത് ദെയർ ഹാബിറ്ററ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി. എല്ലാ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസവും അവരുടെ ഹാബിറ്റാറ്റും അവരുടെ ബയോട്ടിക് ഫാക്ടേഴ്സും എല്ലാവരും കൂടുമ്പോഴാണ് ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ഡിഫറൻസസ് വിത്തിൻ സ്പീഷീസ്, ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് അക്രോസ് എക്കോസിസ്റ്റം. അപ്പോൾ എല്ലാ ഇതും കൂടെയായിട്ട് മൊത്തത്തിലുള്ളൊരു വൈഡായിട്ടുള്ളൊരു ടേമാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ബയോഡൈവേഴ്സിറ്റി ഇപ്പോഴും ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. സോ ബയോഡൈവേഴ്സിറ്റി ഈസ് വാസ്റ്റ് ആൻഡ് ഓഫൻ ഹിഡൻ. 173 species of lichens were discovered on a single tree in Papua New Guinea. ഗിനിയയിലെ പാപ്പുവ എന്ന സ്ഥലത്ത് സിംഗിൾ ട്രീ, ഒറ്റ മരത്തിൽ 173 സ്പീഷീസ് ലൈക്കൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 683 സ്പീഷീസ് were discovered in India in 2024. അപ്പോൾ 2024 2024 683 സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ 101 കേരളത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷമാണ് നമ്മളത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനിയും നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 173 സ്പീഷീസ് ഓഫ് ലൈക്കൻസിനെ നമ്മൾ ഡിസ്കവേർഡ് ചെയ്തു. എന്താ ഈ ലൈക്കൻ? നമ്മൾ മരത്തിലൊക്കെ കാണാറുണ്ട് ഈ ലൈക്കന്. ഓക്കെ, ലൈക്കൻ എന്ന് പറയുന്നത് എന്താണെന്നോ, ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ വിത്ത് ഫംഗൈ. ഓക്കെ, എന്താ ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്? ആൽഗെ ഓർ സൈനോബാക്ടീരിയ വിത്ത് ഫംഗൈ. അപ്പോൾ ഇവരെന്താ ചെയ്യാന്നോ, ഫംഗസും ആൽഗയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആൻഡ് അവരൊരുമിച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിനെ നമ്മൾ ലൈക്കൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ മരത്തിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കും. പിന്നെ ഈ ലൈക്കൻ്റെ പ്രത്യേകത എന്താണെന്നോ, അതൊരു ബയോ ഇൻഡിക്കേറ്റർ ആണെന്നൊക്കെ പറയും. അതായത് എയറൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലത്തെ ഈ ലൈക്കൻസ് കാണുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ലൈക്കൻസ് ആൽഗെ ഓർ സൈനോബാക്ടീരിയ ലീവ് ഇൻസൈഡ് ഫംഗി. അപ്പോൾ ഇത് ഫംഗസിൻ്റെ ഉള്ളിലാണ് നിൽക്കുക. ആൽഗയ്ക്കും സൈനോബാക്ടീരിയക്കും ഒരു ഷെൽട്ടർ ആയിട്ടാണ് ഫംഗസ് വർക്ക് ചെയ്യുന്നത്. സോ ആൽഗെ ഓർ സൈനോബാക്ടീരിയ ലീവ് ഇൻസൈഡ് ഫംഗൈ. And fungus provide a structure and protection, obviously. Then algae or cyanobacteria produce food. അപ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്, ഫംഗസ് ഈ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയക്ക് ലീവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അവർക്കൊരു സ്ട്രക്ചറും പ്രൊട്ടക്ഷനും കൊടുക്കും. അതേസമയം ആൽഗെ ഓർ സൈനോബാക്ടീരിയ പ്രൊഡ്യൂസ് ഫുഡ്. അവർ ഫുഡ് ഉണ്ടാക്കും, കാരണം അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്. സോ ദേ പ്രിപ്പയർ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. ഹാബിറ്റാറ്റ്. അപ്പോൾ നമുക്ക് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ദ നേച്ചുറൽ സറൗണ്ടിങ്സ് വേർ എ ലിവിങ് ബീയിങ് ലീവ്സ്. ഓക്കെ, ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു നേച്ചുറൽ സറൗണ്ടിങ്സ്. ഇപ്പോൾ കുളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഓഷ്യനിൽ കൊണ്ടിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓഷ്യനിലെ ജീവികളെ നമ്മുടെ കുളത്തിലോ അക്വേറിയത്തിലോ കൊണ്ടിട്ടാൽ അവരും പ്രോപ്പറായിട്ട് ജീവിക്കില്ല. അതെന്താണ്, അതൊക്കെ അവരുടെ നാച്ചുറൽ സറൗണ്ടിങ്സ് ആണ്. ഓക്കെ, ഓരോ സ്ഥലം നാച്ചുറൽ സറൗണ്ടിങ് വേർ ലിവിങ് ബീയിങ് ലീവ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാബിറ്റാറ്റ്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ടെക്സ്റ്റിൽ കണ്ടു. കോറൽ റീവ്സ്, മാൻഗ്രൂവ് ഫോറസ്റ്റ്, ഡെസേർട്ട്, വെറ്റ്ലാൻഡ്, ഇതൊക്കെ ഹാബിറ്റാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം എന്താണ്? ഹാബിറ്റാറ്റിനെ പറഞ്ഞു. ഇനി ecosystem is a community where plants, animals and organisms in a particular area interact with each other and with abiotic factors. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോസിസ്റ്റം ഈസ് എ കമ്മ്യൂണിറ്റി വെർ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം ഇൻ എ പെർട്ടിക്കുലർ ഏരിയ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്ട് ചെയ്ത് വിത്ത് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓൾസോ.
അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കുന്ന പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസം, മണ്ണും വെള്ളവും മണ്ണും വെള്ളവും സൂര്യപ്രകാശം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം ഇസ് എ ബേസിക് യൂണിറ്റ് ദാറ്റ് സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ബയോസ്ഫിയർ. അപ്പോൾ നമ്മുടെ ബയോസ്ഫിയർ, ഈ ജീവമണ്ഡലം, അത് നല്ല അടിപൊളിയായിട്ട് നിലനിർത്തുന്നത് ഈ ഓരോരോ എക്കോസിസ്റ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും ഇല്ലേ? എന്ത് അബയോട്ടിക് ഫാക്ടേഴ്സ്? ബയോട്ടിക് മീൻസ് നമുക്കറിയാം ലിവിങ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ബയോട്ടിക് ഫാക്ടേഴ്സിൽ വരും. ഓക്കെ, എന്ത് അബയോട്ടിക് ഫാക്ടേഴ്സ്? They are sunlight, air, soil and water. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുക. ഓക്കെ, ഇപ്പം നമ്മുടെ പോണ്ട് ഒരു എക്കോസിസ്റ്റമാണ്. ഓക്കെ, കുളത്തിൽ വെള്ളമുണ്ട്, അതിൽ ജീവജാലങ്ങളുണ്ട്, കുളത്തിൽ കാണുന്ന ചെടികളുണ്ട്, പായൽ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട്, അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പോണ്ട് ഈസ് എൻ എക്കോസിസ്റ്റം. Okay. Then ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Some organisms are able to live only in certain habitats. Why? നമുക്കറിയാം പോളാർ ബെയർ, അത് അവിടെയാണ് കൂടുതൽ നമ്മൾ കാണാറ്. അങ്ങനെ ഓരോ ഓർഗാനിസംസിനെ ഓരോ പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ കാണും. അതെന്തുകൊണ്ടായിരിക്കും? Organisms are able to live only in certain habitats because they develop specific adaptations over time. They develop specific adaptations over time that allow them to survive, grow and reproduce successfully in a particular environment. Specialized breathing organ for aquatic life, specific fur for cold climate. അതാണ് പോളാർ ബെയറിന് ഒരു സ്പെസിഫിക് അവരുടെ ആ ഒരു ഫർ അതിന് യോജിച്ചതാണ്. അതേപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന മീനിനെ കൊണ്ട് നമ്മൾ കരയിലിട്ടാൽ പറ്റില്ല. കാരണം അവർക്ക് അവിടെ ജീവിക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ഗിൽസും അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ അതിനനുസരിച്ചിട്ടാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മാറ്റം വരുത്തിയാൽ അതിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ഹാവ് സ്പെസിഫിക് അഡാപ്റ്റേഷൻസ്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ചില ജീവികൾ ആ ഒരു ഭാഗത്ത് മാത്രം ജീവിക്കാൻ പറ്റുന്നത്. More than 15,000 types of ants have been discovered and named by scientists across in the world. അല്ലേ, നമുക്കറിയാം നമ്മളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ എത്ര ടൈപ്പ് ഉറുമ്പിനെ നമ്മൾ കാണാറുണ്ട്. ബ്ലാക്ക് കളറിലുള്ളത്, ബ്രൗൺ കളറിലുള്ളത്, ഓടുന്നത്, വലുത്, ചെറുത്, അങ്ങനെ ചോണനുറുമ്പ്, കട്ടുറുമ്പ്, പുളിയുറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉറുമ്പുകളും നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് നോക്കുമ്പോൾ 15,000 ടൈപ്പ് ഉറുമ്പിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉറുമ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഉറുമ്പിനെ കാണാം. ഓക്കെ, സോ ഫോറസ്റ്റ്, ഡെസേർട്ട്, അണ്ടർഗ്രൗണ്ട്, സോയിൽ, ഇവിടെ ഒക്കെ ഉണ്ട്. Okay, so ants exist on Earth for over 100 million years. 100 ദശലക്ഷം വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ആൻസ് എന്ന് പറയുന്നത്, ഉറുമ്പുകൾ. സോ ദേ ക്യാൻ സർവൈവ് ഇൻ വേരിയസ് ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, മൗണ്ടെയിൻ. ദേ ഹാവ് എവോൾവ്ഡ് അഡാപ്റ്റേഷൻ ടു സ്യൂട്ട് ദീസ് ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ് ഓവർ ടൈം. അപ്പോൾ അവർ ഇത്രയും വർഷമായിട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളും അഡാപ്റ്റേഷൻസും ഒക്കെ കൊണ്ടിട്ടാണ് അവർ എല്ലാ ഭാഗത്തും അവരെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ റീസൺ ഫോർ എമർജൻസ് ഓഫ് സോ മെനി സ്പീഷീസ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും അവരുടെ രീതിക്ക് പറ്റിയിട്ടുള്ള, അപ്പോൾ ഡെസേർട്ടിലാണെങ്കിൽ ഡെസേർട്ടിൻ്റെ കണ്ടീഷൻസ്, കോൾഡ് റീജിയനിൽ എക്സ്ട്രീം കോൾഡ്സിൽ കൂടുതൽ കാണാറില്ലെങ്കിൽ പോലും മൗണ്ടെയിൻസിലായാലും റെയിൻ ഫോറസ്റ്റുകളിലായാലും ഒക്കെ അവരുടെ ഡിഫറെൻറ്റ് സ്പീഷീസ്, അങ്ങനെ ആകെ മൊത്തം 15,000 സ്പീഷീസ് എമേർജ് ചെയ്യാനുള്ളൊരു കാരണം അതാണ്. കാരണം അവർ 100 മില്യൺ ഇയേഴ്സ് ആയിട്ട് അവർ ഉള്ള ആൾക്കാരാണ്. സോ അവർക്ക് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. Okay, there are also organisms in ecosystem that cannot be seen with naked eye. അതെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തത് ഒരുപാട് പേരില്ലേ? യെസ്, മൈക്രോ ഓർഗാനിസംസ് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അവരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അവരുണ്ട്. അവർ ഉണ്ടായിട്ടാണ് നമ്മളുടെ ഭൂമി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. സോ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ പോലും they play very crucial roles in our ecosystem, biodiversity. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ ബയോഡൈവേഴ്സിറ്റി എന്താ ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ്.
ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിയിട്ട് മിസ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നോട്ട് നോക്കിയാലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ? ബയോഡൈവേഴ്സിറ്റി ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റിനെ നമുക്ക് ഒരു 3 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഈ 3 ഡൈവേഴ്സിറ്റീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്താ നോക്കാം. പേര് പോലെ തന്നെയാണ്, ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവൽ, അതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എ വില്ലേജ് കണ്ടെയ്നിങ് പാഡി ഫീൽഡ്സ്, കോക്കനട്ട് ഗ്രോവ്, ഹിൽസ്, റിവർ ആൻഡ് മാർഷസ്. അപ്പോൾ ഈ കോക്കനട്ട് ട്രീയും തെങ്ങും തോപ്പും കുന്നുകളും റിവറും ചതുപ്പ് നിലയങ്ങളും പാഡി ഫീൽഡും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു വില്ലേജ് ഇല്ലേ? അപ്പോൾ ഒരു വില്ലേജ്, ഇപ്പോൾ നമ്മളുടെ വില്ലേജിൻ്റെ പേരെന്താ? ആ വില്ലേജിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റംസ് ഇല്ലേ? അങ്ങനെ എക്കോസിസ്റ്റത്തിലെ ഡൈവേഴ്സിറ്റിയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയോ? യെസ്, യു ആർ റൈറ്റ്. ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവൽ. സ്പീഷീസ് ലെവലിൽ ഡൈവേഴ്സിറ്റി വരുമ്പോഴാണത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണത്. അതായത് ഇപ്പോൾ ഒരു കാട്ടിൽ ആന ഉണ്ടാവും, മങ്കി ഉണ്ടാവും, ബേർഡ്സ് ഉണ്ടാവും, സ്നേക്സ് ഉണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവും. ഓക്കെ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കാട്ടിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അതെന്തായി? അത് അവിടെ ആ ഒരു കാട്ടിൽ, ആ ഒരു ഫോറസ്റ്റിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് ഉണ്ടാവുന്നത്. ഇനി ജനറ്റിക് ഡൈവേഴ്സിറ്റിയോ? വേരിയേഷൻസ് വിത്തിൻ എ സിംഗിൾ സ്പീഷീസ്. നമ്മൾ കണ്ടു നമ്മളുടെ ഇന്ത്യയിൽ മോർ ദാൻ 50,000 റൈസ് വെറൈറ്റീസും 1000 വെറൈറ്റീസ് ഓഫ് മാംഗോസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് അരി, നമുക്കറിയാം അരി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സംഭവമുണ്ട്, ഒരേ സ്പീഷീസാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. 50,000 വെറൈറ്റീസ് ഓഫ് റൈസ് ഇൻ ഇന്ത്യ. ഓ ഹൗ, അതെന്തൊരു ആ ഒരു ഡൈവേഴ്സിറ്റി ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മന്തി റൈസ് ഉണ്ടാക്കുന്ന അരി കൊണ്ടാണോ നോർമലി നമ്മൾ ബിരിയാണി വെക്കാറ്? ഡിഫറെൻ്റാണ്. അത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ നമ്മുടെ ഡെയിലി കഴിക്കുന്ന ചോറ് ഉണ്ടാക്കുന്നത്. ചോറ് തന്നെ നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അരികളില്ലേ? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ, അരിയുടെ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അരികളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്, ഒരു സിംഗിൾ സ്പീഷീസിലുള്ള വേരിയേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ?